പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ സൊല്യൂഷൻ ചാപ്റ്ററിൻ്റെ തിയറി പാർട്ട് 6 ക്ലാസ്സുകളിലായി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൻട്രീസ് ലോയുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഹെൻട്രീസ് ലോ കോൺസ്റ്റന്റ് ഫോർ ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഈസ് 4.34 into 10⁴ atm at 25 degrees Celsius. If partial pressure of oxygen in air is 0.2 atm under ordinary condition, calculate the concentration of dissolved oxygen in water. ഇപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താണ്? കോൺസെൻട്രേഷൻ ആണ് കാണേണ്ടത്. എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ വെള്ളത്തിൻ്റെ അകത്ത് എത്ര മോൾ ഓക്സിജൻ ഡിസോൾവ് ചെയ്തിരിക്കുമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഹെൻട്രീസ് ലോയുടെ ഇക്വേഷൻ എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ഈക്വൽ ടു KH ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ്. ഇപ്പോൾ ഓക്സിജന്റെ കേസിൽ എന്താ വരിക? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു KH ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് O2. പാർഷ്യൽ പ്രഷർ ഓഫ് O2 is equal to KH into mole fraction of O2. ഇവിടെ സോൾവെന്റ് ആരാണ്? വാട്ടർ ആണ്. ഇവിടെ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറ്റിയതാ? പാർഷ്യൽ പ്രഷർ ഓഫ് O2 is equal to KH into number of moles of O2 divided by number of moles of O2 plus number of moles of H2O. ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമുക്ക് തൽക്കാലം number of moles of O2 plus number of moles of H2O approximately equal എത്ര എടുക്കാം? Number of moles of H2O. Number of moles of O2 plus number of moles of H2O approximately equal to number of moles of H2O. Partial pressure of O2 is equal to KH into number of moles of O2 divided by number of moles of H2O. ഈ വാല്യൂസിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണം. നമുക്ക് KH എത്രയാണ്? KH എത്ര ഈ പ്രോബ്ലത്തിൻ്റെ അകത്ത്? 4.34 into 10⁴ atm. 4.34 into 10⁴ atm. എന്താ നമുക്ക് കാണേണ്ടത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് O2 ആണ് നമുക്ക് കാണേണ്ടത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O കണ്ടുപിടിക്കണം അല്ലേ? വെയിറ്റ് ഓഫ് വാട്ടർ എത്രയാ വരിക? 1 ലിറ്റർ എന്നല്ലേ പറഞ്ഞത്? വാട്ടറിന്റെ ഡെൻസിറ്റി 1 ആയതുകൊണ്ട് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ആണ്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ഗ്രാം ആണ്. മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ എത്രയാണ്? 18 ആണ്. എത്രയാണ്? 18. നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O എത്ര വരിക? 1000 ഡിവൈഡ് ബൈ 18 ഈസ് ഈക്വൽ ടു 55.5 മോള്. വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. പാർഷ്യൽ പ്രഷർ ഓഫ് O2 എത്രയായിരുന്നു? 0.2 atm ആണ്. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് O2 അല്ലേ കാണേണ്ടത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് O2 is equal to പാർഷ്യൽ പ്രഷർ ഓഫ് O2 into നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O divided by KH. 0.2 into 55.5 divided by 4.34 into 10⁴ equal to 2.57 into 10⁻⁻⁴. ഇതാണ് ആരുടെ വാല്യൂ വരിക? നമ്പർ ഓഫ് മോൾസ് ഓഫ് O2 per 1 liter of solution. രണ്ടാമത്തെ പ്രോബ്ലം ശ്രദ്ധിക്കുക. 2 liquids A and B on mixing form an ideal solution. The vapor pressure of solution containing 3 mole of A and 1 mole of B is 550 mm of Hg. When 4 mole of A and 1 mole of B on mixing form an ideal solution with a vapor pressure of 560 mm of Hg. What is the vapor pressure of pure A and pure B? P total is equal to P0 of A into chi A plus P0 of B into chi B.
നമുക്ക് എന്താ കാണേണ്ടത്? P0 of Aയും P0 of Bയും കാണണം. ഒന്നാമത്തെ സൊല്യൂഷൻ്റെ അകത്ത് 3 മോൾ എയും 1 മോൾ ബിയും ഉണ്ട്. അപ്പോൾ പി ടോട്ടൽ 3 550 mm ഓഫ് Hg. ഇവിടെയുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് എ 3 നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി എത്രയാണ്? 1. കൈ എ is equal to 3 divided by 3 plus 1 is equal to 3 by 4. Chi B is equal to 1 minus 3 by 4 is equal to 1 by 4. 4 mol of Aയും 1 mol of Bയും കൂടെ മിക്സ് ചെയ്യുമ്പോഴുള്ള സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എത്രയാണ്? 560 mm of Hg. Chi A is equal to Na is equal to number of moles of solute എത്രയാണ്? 4 ആണ്. Nb is equal to 1. Chi A is equal to 4 by 1 plus 4 is equal to 4 by 5. Chi B is equal to 1 minus 4 by 5 is equal to 1 by 5. Okay. അപ്പോൾ ഈ രണ്ട് സൊല്യൂഷനും ഈ വാല്യൂസ് കൊടുക്കുക. ആദ്യത്തെ കേസിൽ 550 ആണ്, രണ്ടാമത്തെ 560 ആണ്. നമ്മൾ ഈ പി ടോട്ടൽ അപ്പുറത്തെ ഭാഗത്താണ് ചെയ്യുന്നത്. P0 of A into 3 by 4 plus P0 of B into 1 by 4 is equal to 550. Question number 1. രണ്ടാമത്തെ വാല്യൂസ് കൊടുക്കുക. P0 of A into 4 by 5 plus P0 of B into 1 by 5 is equal to 560. അപ്പൊ ഈ രണ്ട് ഇക്വേഷനെയും സോൾവ് ചെയ്താൽ നമുക്ക് ആരുടെ വാല്യൂ കിട്ടും? P0 of Aയും കിട്ടും, P0 of Bയും കിട്ടും. സോൾവ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ ഈ ഡിനോമിനേറ്ററിലുള്ള ഫാക്ടേഴ്സ് ഒഴിവാക്കണം. ഒന്നാമത്തെ ഇക്വേഷൻ 1 into 4, ഒന്നാമത്തെ ഇക്വേഷനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താ വരിക? 3 P0 of A, എന്തുകൊണ്ടാണ്? 4 ക്യാൻസൽ ആയി പോകും. പ്ലസ് P0 of B is equal to 550 into 4 2200. Equation number 3. 2 into 5 4 P0 of A plus P0 of B is equal to 0 0 2000. ഇനി നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരുടെ വാല്യൂ കിട്ടും? P0 of Aയും P0 of Bയും കിട്ടും. 4 മൈനസ് 3, ഇക്വേഷൻ 4ൽ നിന്ന് 3 മൈനസ് ചെയ്യുന്നു. ഇപ്പൊ എന്താ കിട്ടുക? 4 P0 of A മൈനസ് 3 P0 of A. P0 of A ഈക്വൽ ടു 600. P0 of A is equal to 600 mm of Hg. P0 of B കണ്ടുപിടിക്കണം. Substitute the value of P0 of A into equation number 3. P0 of A യുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 3ലേക്ക് കൊടുക്കുന്നു. 3 into 600 plus P0 of B is equal to 1800 plus P0 of B is equal to P0 of B is equal to 2200 minus 1800 equal to 400 mm of Hg. 400 കിട്ടൂല ആൻസർ. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മെത്തനോൾ ആൻഡ് എത്തനോൾ form an ideal solution. The vapor pressure of pure methanol at 350 Kelvin is 8.1 into 10 raised to 4 mm of Hg, and that of ethanol is 4.5 into 10 raised to 4 mm of Hg. Calculate the total vapor pressure of solution containing 64 gram of methanol and
46 gram of ethanol. എന്താണ് കാണേണ്ട? പി ടോട്ടൽ. പി ടോട്ടൽ കാണാനുള്ള ഇക്വേഷൻ എന്താ? പി ടോട്ടൽ ഈസ് ഈക്വൽ ടു P0 of A into chi A plus P0 of B into chi. ഈ പ്രോബ്ലം നമുക്ക് അങ്ങോട്ട് ചെയ്യണമെങ്കിൽ P0 of A വേണം, chi A വേണം, P0 of B വേണം, chi B വേണം. ഈ സൊല്യൂഷൻ്റെ അകത്ത് മെത്തനോളിൻ്റെയും എത്തനോളിൻ്റെയും സൊല്യൂഷൻ്റെ അകത്ത് ആരാണ് സോൾവെന്റ് സൊല്യൂട്ട് എന്ന് നമ്മൾ തീരുമാനിക്കണം. വെയിറ്റ് കൂടുതൽ, അളവ് കൂടുതൽ, 64 gram ഓഫ് മെത്തനോൾ ഉണ്ട്, 46 gram ഓഫ് എത്തനോളും. അപ്പം ആരാണ് സോൾവെന്റ്? മെത്തനോൾ ആണ് സോൾവെന്റ്, എത്തനോൾ ആണെന്ത്? സൊല്യൂട്ട്. അപ്പം P0 of A is equal to 8.1 into 10 raised to 4 mm of Hg. P0 of B is equal to 4.5 into 10 raised to 4 mm of Hg. ഇനി നമുക്ക് കൈ എയും കൈ ബിയും വേണം. വെയിറ്റ് അറിയൂ അല്ലേ? അപ്പം മോളിക്കുലർ വെയിറ്റ് എത്രയാ? mm ഓഫ് മോളിക്കുലർ മാസ് ഓഫ് മെത്തനോൾ. മെത്തനോൾ എന്താ വരിക? CH3OH ആണ്. കാർബണിന്റെ മാസ് എത്രയാണ്? 12. ഹൈഡ്രജന്റെ മാസ് എത്രയാണ്? 1 ആണ്. എത്ര ഉണ്ട്? പ്ലസ് ഓക്സിജൻ എത്രയാ? ഈക്വൽ ടു 32 gram per mole. Molecular mass of ethanol CH3CH2OH 2 കാർബൺ 12 into 2 പ്ലസ് എത്ര ഹൈഡ്രജൻ ആണ്? 6. എത്ര ഓക്സിജൻ ആണ്? 1. 24 പ്ലസ് 6 30 പ്ലസ് 16 46 gram per. അങ്ങനെയാണെങ്കിൽ number of moles of methanol Na is equal to 64 divided by 32 is equal to 2 mole. Number of moles of ethanol NB is equal to 46. മോളിക്കുലർ വെയിറ്റ് 46 ഈക്വൽ ടു 1. എന്തുകൊണ്ട് ഇത് എന്നെ എടുത്ത സോൾവെന്റ് മെത്തനോൾ ആണ്, ദെൻ ബി എത്തനോൾ സൊല്യൂട്ട് ആണ്. കൈ എ ഇസ് ഈക്വൽ ടു Na ഡിവൈഡ് ബൈ Na പ്ലസ് NB. Na എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 2/3. കൈ ബി ഇസ് ഈക്വൽ ടു 1 മൈനസ് കൈ എ. 1 minus 2/3 is equal to 1/3. കൈ എയും കിട്ടി, അതുപോലെ തന്നെ ആരെയും കിട്ടി? കൈ ബി കിട്ടി. ഇനി പി ടോട്ടൽ എങ്ങനെയാ കാണുക? പി ടോട്ടൽ ഈസ് ഈക്വൽ ടു P0 ഓഫ് A എത്രയാണ്? 8.1 into 10 raised to 4 into 2/3 പ്ലസ് P0 ഓഫ് B എത്രയാണ്? 4.5 into 10 raised to 4 into 1/3 ചെയ്തു കഴിഞ്ഞാൽ P total is equal to 6.9 into 10 raised to 3 mm of Hg. ഇതാണ് ആൻസർ. നാലാമത്തെ പ്രോബ്ലം ശ്രദ്ധിക്കുക. The vapor pressure of benzene and toluene at 273 Kelvin are 75 mm of Hg and 22 mm of Hg respectively. If 23.4 gram of benzene and 64.4 gram of toluene are mixed, if the two form an ideal solution, calculate the mole fraction of benzene and toluene in the vapor phase. ഇപ്പൊ കണ്ടുപിടിക്കേണ്ടത് ബെൻസീനും ടൊളുവീനും കൂടെ മിക്സ് ചെയ്താൽ ഇവിടെ ബെൻസീന്റെയും ടൊളുവീന്റെയും വേപ്പേഴ്സ് ഉണ്ടാവും. ഈ വേപ്പറിലുള്ള ടൊളുവീന്റെയും ബെൻസീന്റെയും മോൾ ഫ്രാക്ഷൻ ആണ്. ഇത് കാണാനുള്ള ഇക്വേഷൻ കൈ ഡാഷ് ഓഫ് എ ഈസ് ഈക്വൽ ടു
PA divided by P total. Chi dash of B is equal to PB divided by P total ആണ്. ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കണം? പി ടോട്ടൽ കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ പി ടോട്ടൽ ഈസ് ഈക്വൽ ടു P0 of A into chi A plus P0 of B into chi B. ഈ സൊല്യൂഷന്റെ അകത്ത് ആരാണ് സോൾവെന്റ്, ആരാണ് സൊല്യൂട്ട്? കൂടുതൽ അളവിലുള്ള ടൊളുവീനാണ്. ടൊളുവീൻ സോൾവെന്റും ബെൻസീൻ എന്താണ്? സൊല്യൂട്ടും ആണ്. അപ്പോൾ സോൾവെന്റ് ആരാണ്? ടൊളുവീൻ ആണ്. സൊല്യൂട്ട് ആരാണ്? ബെൻസീൻ ആണ്. അപ്പോൾ P0 of A is equal to 22 mm of Hg. P0 of B is equal to 75 mm of Hg. ഇതുകൊണ്ടായോ കൈയും കൈപിയും വേണം. Molecular mass of benzene is equal to 6 into 12 plus 6 കാർബൺ ഉണ്ട് 12 ആണ് പ്ലസ് 6 into 1 is equal to 78 gram per mole. Molecular mass of toluene is equal to, toluene എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ ഒരു CH3 കൂടി വന്നതാണ്. ഇതാണ് C7H8. 7 into 12 plus 8 into 1 is equal to 92 gram per mole. Number of mole of benzene NB is equal to, ബെൻസീന്റെ വെയിറ്റ് എത്രയാണ്? 23.4 divided by 78 is equal to 0.3 mole. Number of moles of toluene Na is equal to 64.4 divided by 92 is equal to 0.7 mole. Chi A is equal to Na divided by Na plus Nb. Na, number of moles of solute, 0.7 divided by 0.7 plus 0.3 is equal to 0.7 divided by 1 is equal to 0.7. Chi B is equal to 1 minus chi A. 1 minus 0.7 is equal to 0.3. P total is equal to P0 of A 3 ആണ് 22 into chi A 0.7 plus P0 of P 75 into 0.3. P total is equal to 37.9 mm of Hg. Okay. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? മോൾ ഫ്രാക്ഷൻ ഇൻ ദ വേപ്പർ ഫേസ് ആണ്. കൈ ഡാഷ് ഓഫ് എ, വേപ്പർ ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ എന്തുകൊണ്ടാണ് കാണിക്കുക? കൈ ഡാഷ് ഓഫ് എ ഈക്വൽ ടു PA ഡിവൈഡ് ബൈ P ടോട്ടൽ ഈക്വൽ ടു പി എ വരാൻ തുടങ്ങാം P0 ഓഫ് എ ഇൻറ്റു കൈ എ ഡിവൈഡഡ് ബൈ P ടോട്ടൽ. P0 ഓഫ് എ എത്രയാ? 22 ഇൻറ്റു കൈ എ എത്രയായിരുന്നു? 0.7 ഡിവൈഡഡ് ബൈ 37.9 is equal to 0.406. Chi dash of P is equal to, it can simply calculated by 1 minus chi dash of A, or chi dash of B is equal to PB divided by P total. P0 of B into chi B divided by P total is equal to 75 into 0.3 divided by 37.9. Okay, can calculate and write the answer. Or simply it can be calculated by chi dash of B is equal to 1 minus chi dash of A. 1 minus 0.406
0.504. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. The vapor pressure of pure benzene at 273 Kelvin is 640 mm of Hg when a non-volatile solute of 2.175 gram is added in 39 gram of benzene. The vapor pressure is lowered to 600 mm of Hg. Calculate the molecular mass of solute. അപ്പോൾ ഇത് ഏത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് കാണേണ്ടത്? വേപ്പർ പ്രഷർ കുറഞ്ഞു എന്നാണ് അല്ലെ. അപ്പം വേപ്പർ പ്രഷർ കുറയുന്ന റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് മോളിക്കുലർ മാസ് കാണാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഇക്വേഷൻ? mb is equal to wb into ma into p0 of a divided by delta p into wa. ഇതായിരുന്നു ഇക്വേഷൻ. ശ്രദ്ധിക്കുക, നമ്മള് 39 gram ഓഫ് ബെൻസീന്റെ വേപ്പർ പ്രഷർ പ്യുർ ബെൻസീൻ എത്രയായിരുന്നു? 640. ഇത് P0 of A ആണ്. അപ്പോൾ ഇതിന്റെ അകത്തേക്ക് നമ്മൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് 2.175 gram ആഡ് ചെയ്തപ്പോൾ വേപ്പർ പ്രഷർ എത്രയായി? 600 mm of Hg ആയി അല്ലെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, P0 of A is equal to 640 mm of Hg. വേപ്പർ പ്രഷർ കുറഞ്ഞു. എത്രയാ? PA is equal to 600 mm of Hg. ഡെൽറ്റ P is equal to, ഇവിടെ ഡെൽറ്റ P ഇല്ലേ? ഡെൽറ്റ P is equal എന്താണ്? P0 of A minus PA. 640 minus 600 is equal to 40 mm of Hg. WB weight of solute എത്രയാ? 2.175 gram. weight of solvent എത്രയാണ്? 39 gram. molecular weight of solvent ബെൻസീൻ അല്ലേ? ഫോർമുല എന്തായിരുന്നു? C6H6. 6 into 12 plus 1 into 6 into 1 is equal to 78 gram per mole. എല്ലാ വാല്യൂസും കിട്ടിയില്ലേ? അപ്പൊ എന്താണ്? 2.175 into MA എത്രയായിരുന്നു? 78 into P0 of A 640 divided by ഡെൽറ്റ P എത്രയാ? 40 into WA എത്രയാണ്? 39. അപ്പോൾ വെച്ച് നോക്കത് 20 32 2.175 into 32 is equal to 69 point something gram per mole. I think 69.6 gram per mole. Okay. അടുത്ത പ്രോബ്ലം നോക്കുക. The vapor pressure of pure solvent is 17.5 mm of Hg. The lowering of vapor pressure is 0.061 mm of Hg. Calculate relative lowering of vapor pressure. 2 mole fraction of solute. Third one mole fraction of solvent. Relative lowering of vapor pressure എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ P divided by P0 of A ആണ്. P0 of A എത്രയാണ്? P0 of A is equal to 17.5 mm of Hg. Lowering of vapor pressure delta P is equal to 0.061 mm of Hg. അപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എത്ര കിട്ടും? 0.061 divided by 17.5 mm of Hg is equal to സോൾവ് ചെയ്യാം 3.48 into 10 raised to minus 3 കിട്ടും. ഇതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇതൊന്നാമത്തെ. രണ്ടാമത്തെ എന്താണ്?
mole fraction of solute. Delta P divided by P0 of A, relative lowering of vapor pressure is equal എന്താണ്? Chi B. അപ്പൊ Chi B എന്ത് തന്നെയാണ്? 3.48 into 10 raised to -3 തന്നെയാണ്. മൂന്നാമത്തെ എന്തായിരുന്നു? Mole fraction of solvent. Chi A is equal to 1 minus chi B. 1 minus 3.48 into 10 raised to -3 is equal to ചേർത്തിട്ട 0.997 something. Okay, you can check the correct answer. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The vapor pressure of 5% aqueous solution of non-volatile organic solution at 373 Kelvin is 745 mm of Hg. Calculate the molecular mass of solute. Molecular mass equation നമുക്കറിയാം. Mp is equal to Wb into Ma into P0 of A divided by delta P into Wa. 5% aqueous solution. Aqueous solution എന്നാൽ solvent ആരാണ്? വാട്ടർ ആണ്. 5% എന്ന് പറഞ്ഞാൽ 5 gram of solute present in 100 gram of solution. Weight of solute എത്രയാണ്? 5 gram. അപ്പോൾ 100 gram solution അകത്ത് ബാക്കി എത്ര solvent ഉണ്ടാവും? Wa is equal to 95 gram. ആരാ solvent? വാട്ടർ ആണ്. Ma is equal to 18 gram. Okay. PA സൊല്യൂഷന്റെ മുകളിലുള്ള വേപ്പർ പ്രഷർ എത്രയാണ്? 745 mm of Hg. P0 of A കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റൂ? ഡെൽറ്റ P0 of A. ആരാണ് സോൾവെന്റ്? വാട്ടർ ആണ് സോൾവെന്റ്. വാട്ടറിന്റെ വേപ്പർ പ്രഷർ എത്രയാ? 373 കെൽവിൻ. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ്. ബോയിലിംഗ് പോയിന്റിൽ വേപ്പർ പ്രഷർ എന്തിന് ഈക്വൽ ആയിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആയിരിക്കും. അതെത്രയാണ്? 180 m. എത്രയാ? 760 mm of Hg. ഡെൽറ്റ P is equal to 760 minus 745 is equal to 15 mm of Hg. Okay. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എത്രയാണ്? 5 into 18 into 760 divided by 15 into 95. ഇത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്താൽ എത്ര കിട്ടും നോക്കുക. ചെയ്ത് നോക്കൂ.